സിനിമാ ജീവിതത്തിൽ ശോഭന ആ ദിവസം ഒരിക്കലും മറന്നിട്ടില്ല. അഹമ്മദാബാദിൽ ആയിരുന്നു അന്ന് ഷൂട്ടിംഗ്. ഒരുപാട് വസ്ത്രങ്ങൾ മൂടിപ്പൊതിഞ്ഞ് നിൽക്കുകയായിരുന്നു ശോഭന. അങ്ങനെയാണ് ആ പാട്ടുസീനിൽ അഭിനയിക്കേണ്ടത്. ധാരാളം തവണ പാട്ടുസീനിൽ വസ്ത്രം മാറേണ്ടതുണ്ട്. പക്ഷേ വസ്ത്രം മാറാൻ ആ ഷൂട്ടിംഗ് സ്ഥലത്ത് പ്രത്യേകിച്ച് സംവിധാനം ഉണ്ടായിരുന്നില്ല. അതിനാൽ ഒരു കാരവനിൽ കയറി വസ്ത്രം മാറാം എന്നു കരുതി. കാരവൻ എവിടെയാണ് എന്ന് ചോദിച്ചു. പക്ഷേ അണിയറ പ്രവർത്തകരിൽ ഒരാൾ കൊടുത്ത മറുപടിയിൽ ശോഭന തകർന്നുപോയി. അന്നത്ര പ്രശസ്തയൊന്നുമല്ലാതിരുന്ന ശോഭനയെ നോക്കി അയാൾ പറഞ്ഞത് ഇങ്ങനെയാണ്: ഇവർ മലയാള സിനിമയിൽ നിന്ന് വന്നതാണ്, അവരൊക്കെ എന്തും അഡ്ജസ്റ്റ് ചെയ്യും. മരത്തിന് പിന്നിൽ നിന്നുപോലും വസ്ത്രം മാറുന്നവരാണ് അവർ. വലിയ ആൾ തിരക്കിനിടയിലായിരുന്നു അഹമ്മദാബാദിലെ ഷൂട്ടിംഗ്. അവിടെ ഒരു മരത്തിന്റെ പിന്നിൽ പോയി വസ്ത്രം മാറാൻ ആവശ്യപ്പെട്ടപ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ ശോഭന തരിച്ചിരുന്നു. തൊട്ടടുത്തു കിടന്ന കാരവനിൽ നിന്ന് സിനിമയിലെ നായക നടന് ഇറങ്ങിവരുന്നതാണ് തൊട്ടടുത്ത നിമിഷം ശോഭന കാണുന്നത്. സാക്ഷാൽ അമിതാഭ് ബച്ചൻ. ശോഭനയോട് അപമാനിച്ച് സംസാരിച്ചത് വാക്കിഡോക്കിയിലൂടെ കേട്ടിട്ടാണ് ബച്ചൻ ചാടി ഇറങ്ങിയത്. ശോഭനയെ അപമാനിച്ച് സംസാരിച്ചതിന് ബച്ചന് വല്ലാതെ കയർത്തു. മാത്രമല്ല, വസ്ത്രം മാറാൻ തന്റെ കാരവന് ബച്ചൻ ശോഭനയ്ക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തു. ഇന്നുവരെ പരിചയപ്പെട്ട താരങ്ങളിൽ ബച്ചനോളം വിനയമുള്ള താരത്തെ കണ്ടിട്ടില്ലെന്നാണ് ശോഭന പറയുന്നത്. കഴിഞ്ഞ വർഷം കൽക്കി എന്ന സിനിമയുടെ ഷൂട്ടിംഗ് വേളയിൽ ബച്ചനോടൊന്നിച്ച് ശോഭന ഉണ്ടായിരുന്നു. അശ്വത്ഥാമാവിന്റെ വേഷമായിരുന്നു ബച്ചൻ. ഇൻസ്റ്റഗ്രാം ലൈവിലാണ് ആരാധകരുമായി ശോഭന സിനിമാ വിശേഷങ്ങൾ പങ്കുവച്ചത്. ഈ വാർത്ത ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സൈബർ വിലാസം മീഡിയ നെറ്റ്വർക്ക്.